നമസ്കാരം, NBRKന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ ഇന്ന് പോകുന്നത് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് റാണിപുരം മല, റാണിപുരം ഹിൽസ്. അപ്പൊ അതിന്റെ മുകളിലോട്ടാണ് ഇന്നത്തെ യാത്ര. പക്ഷെ അതിന്റെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു വഴി ഉണ്ടല്ലോ, കാനന വഴി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ കാസർഗോഡ് തീവണ്ടി ഇറങ്ങി അവിടുന്ന് ഓട്ടോ കയറി ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോകും. അതിനു മുമ്പ് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. നിങ്ങളെ വിലയേറിയ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറട്ടെ. KSRTC ബസ് സ്റ്റാൻഡാണ്. 6:32 ആയിട്ടുള്ളൂ. ബസ് സ്റ്റാൻഡിൽ ആരുമില്ല, വിജനമാണ്. ബസ്സുകൾ ഒരുപാടുണ്ട്, ആളുകളൊന്നുമില്ല. അപ്പുറത്തേക്കാണ് നമ്മളെ യാത്ര കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കൾ ഇതുണ്ടോ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. പക്ഷേ ഇവിടുന്ന് റാണിപുരത്തേക്ക് ബസ്സില്ല കേട്ടോ. ഇനിയിപ്പോൾ നേരെ കാഞ്ഞങ്ങാട് പോകണം. കാഞ്ഞങ്ങാട് പോയിട്ട് അവിടുന്ന് ബസ് കയറാൻ തന്നെ. കാഞ്ഞങ്ങാട്ടേക്ക് ഏകദേശം 3/4 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, കാഞ്ഞങ്ങാട്ടേക്ക്. അപ്പോൾ നമുക്ക് ഈ ബസ്സിലാണ് പോകാനുള്ളത് കേട്ടോ. ബസ് ഓപ്പൺ ആയിട്ടില്ല, ലൈറ്റൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റേഷനാണ്, ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് റാണിപുരം ബസ് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, റാണിപുരത്തേക്ക് ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇമാനുവൽ സിൽക്സ് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും മുമ്പിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അത് ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വളരെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റാണിപുരം പോകുന്ന ബസ് ഇതാണ്. അനൂപ് അല്ലേ? എത്ര കാലമായി ഓടിക്കാൻ തുടങ്ങി? ഈ റൂട്ടിൽ തന്നെ, റാണിപുരം റൂട്ട് തന്നെ അല്ല? അടിപൊളി വൈഭവല്ലാണ്ട് പോവാണ് അല്ലേ?
നല്ല ആളുണ്ടാവില്ല ഞായറാഴ്ച ആകുമ്പോൾ? ഞായറാഴ്ച ആളുണ്ടാവും. ഇന്നിപ്പോ പൊതുവെ കുറവ്. ചില ദിവസങ്ങളിൽ മഴ 82 വരെ വരും. ഇതില് പോരുന്നവര് മൊത്തം അങ്ങോട്ട് തന്നെ ആവും അല്ലേ? റാണിപുരം ഒറ്റ റൂട്ട് ഒന്ന് അങ്ങോട്ട് പോയി പിന്നെ റിട്ടേൺ പോരും. പിന്നെ പാണപ്പുര പോകുന്നത് റാണിപുരം. ശരി, ഒരു ബസ്സേ ഉള്ളൂ? 2 ബസ് ഇവിടുന്ന് കൊടുത്തു കാഞ്ഞങ്ങാട്. വൈകുന്നേരം വേറെ ഒന്ന് അവിടുന്ന് 4:50. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഈ ബസ് റിട്ടേൺ വരില്ല? റിട്ടേൺ വരും. എത്ര മണിക്ക് വരിക? ഈ പോയ ആളുകളെ ഉടനെ കൊണ്ടുവരും. 4:50. ഇപ്പം നമ്മൾ ഇതുവരെ എത്തിയല്ലോ. ഈ ഒരു റൂട്ട് വരെ ഒരുപാട് ബസ്സുകളുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഈ കാണുന്ന ഈ വലത്തോട്ടുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ബസ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഇവിടുന്ന് 9-10 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് റാണിപുരത്തേക്ക് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാഞ്ഞങ്ങാട് നിന്നുള്ള ഈ ഒരു ബസ് തന്നെ കയറാൻ നോക്കുക കേട്ടോ. വേറൊരു ബസ് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നില്ല. ഇനി കയറിയാൽ തന്നെ രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ 4:50 അവിടുന്ന് റിട്ടേൺ ബസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ജീപ്പുകൾ ഒപ്പിക്കുന്നുണ്ട്. ഓക്കെ, പോകുന്നതിനും പോരുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തനിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ബസ്സിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ തന്നെ കയറാൻ നോക്കുക. ഓക്കെ, ഇനി ഇവിടുന്നാണ് കാഴ്ചകൾ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് ഏരിയക്ക് ഇപ്പോൾ കയറി കഴിഞ്ഞു കേട്ടോ. ഇതാണ് റാണിപുരം. റാണിപുരത്തേക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞത് 50 രൂപയാണ്. അതുപോലെ തന്നെ ക്യാമറ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ടെങ്കിൽ അതിന് 50 രൂപ എക്സ്ട്രാ ചാർജാണ്. പിന്നെ വെള്ളക്കുപ്പി വേണമെങ്കിൽ 20 രൂപ പ്ലസ് 20 എന്നുവെച്ചാൽ ആ ബോട്ടിൽ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് ആ ഒരു 20 രൂപ റിട്ടേൺ തരും കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു സാധനം അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, അതിലോട്ട് കയറുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.